കുറച്ച് വീഡിയോ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചോദിക്കിന്റെ അമ്മൂമ്മന്റെ ചോദ്യം. കള്ള കള്ള കൊച്ചു കള്ള നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്. സ്റ്റൈലൻ ചെക്കനെ കണ്ടപ്പോ തൊട്ട് ഉള്ളിന്റെ ഉള്ളിലെ ലവാണ്. ഇത്ര റൊമാൻറ്റിക് പെൺകുട്ടിയെ കിട്ടാൻ കേരളത്തിലെ ആൺകുട്ടികൾ തപസ്സിരിക്കണം. ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഈ പ്രപ്പോസൽ മെസ്സേജുകളൊക്കെ വരാറുണ്ടോ? ഇല്ല ഇല്ല, അങ്ങനൊന്നുമില്ല. എനിക്ക് എന്നോട് എല്ലാവർക്കും നല്ല സ്നേഹം മാത്രമേ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോ വിഷമം തോന്നാറുണ്ടോ? ചെയ്ത വീഡിയോനെ കുറിച്ചോ കമന്റ്സിനെ കുറിച്ചോ സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. അടുത്ത ചിക്കനോ മീനോ ബീഫോ തേങ്ങ മാങ്ങിയോ എന്തെങ്കിലും പറമ്പിൽ ഒന്നും ഇല്ലെങ്കിലും മണ്ണെങ്കിലും വായിത്തു ക്ലിക്ക് ആവട്ടെ എന്നുള്ള ഒരു മൈൻഡിൽ ഞാൻ നിൽക്കാറുണ്ട്. കുറെ പേരുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഇങ്ങനെ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന കുറെ പേരുണ്ട്. സ്ലോമോ ചെയ്ത് റീച്ച് ആവുന്നവരുണ്ട്, ഭയങ്കര ഭംഗിയിൽ നിന്ന് വീഡിയോ. അപ്പൊ ഇതിലേക്ക് നമ്മളൊരാൾ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ട്, ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പൊ എന്താ വികൃതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് ക്ലിക്ക് ആവിച്ച് ആ ഭാഗ്യം കൊണ്ട് അതിൽ കുറച്ച് എഫക്ട്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ ചെയ്തു, അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് അത് ക്ലിക്കായി. ഇടയുന്നൊരെന്റെ ജീവനിൽ ഞാനേ എന്തുവാ റിച്ചുവിന്റെ 1-2 വീഡിയോസ് കാണിക്കാവേ. അതിന്റെയൊക്കെ കുറച്ച് വീഡിയോ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ചോദിക്കിന്റെ അമ്മൂമ്മന്റെ ചോദ്യം എടുത്തിട്ട് ഓക്കെ. അതെ, ഇപ്പൊ ഈ വീഡിയോ ഉണ്ട് കേട്ടോ, ഇതുണ്ട്, പിന്നെ ഈ വീഡിയോ ഉണ്ട്, പിന്നെ ആൾക്കാർ റൊമാൻസ് വരുന്നടാ. എനിക്ക് ഇത്രയും റൊമാൻറ്റിക് ആൾക്കാർ പലരും ചോദിക്കുന്നത് പല്ലെന്താ ഇങ്ങനെ ആക്കിയെന്നാ, പല്ലെന്താ കരിയോയിലാണോന്നൊക്കെ. കൺമഷി ഇത്ര റൊമാൻറ്റിക് ഒരു പെൺകുട്ടിയെ കിട്ടാൻ കേരളത്തിലെ ആൺകുട്ടികൾ തപസ്സിരിക്കണം. ഞാൻ ഒരു കാര്യം അറിയിച്ചു. അതായത് നമ്മൾ സാധാരണ ഇൻസ്റ്റഗ്രാമിലൊക്കെ നമ്മളെ എത്രത്തോളം അടിപൊളിയായിട്ട് കാണിക്കാവോ അങ്ങനെയായിരിക്കും നമ്മൾ പ്രസന്റ് ചെയ്യുന്നല്ലേ. കാരണം നമ്മൾ ഒന്നുകിൽ ഫിൽറ്റർ ഒക്കെ യൂസ് ചെയ്യും, അല്ലെങ്കിൽ മേക്കപ്പ് ഇടും, അല്ലെങ്കിൽ നോർമൽ ക്യാമറ ആണെങ്കിൽ പോലും നമ്മൾ ഭംഗിയായിട്ടിരിക്കാൻ എപ്പോഴും ശ്രമിക്കാറുണ്ട്. ഇവിടെ നോക്കുമ്പോഴത്തെ റിച്ചു നേരെ വിപരീതമായിട്ട് എന്നെ എങ്ങനെയൊക്കെ മറ്റേ വൃത്തികേടാക്കിയിട്ടാണ് ഞാൻ കാണിക്കുന്നതെന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ്. ഇതെന്താ അങ്ങനെ ചെയ്യാൻ കാരണം? അങ്ങനെ ചെയ്താലേ ക്ലിക്ക് ആവും തോന്നി. ബാക്കിയുള്ളവരൊക്കെ കുറെ പേരുണ്ടല്ലോ ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ ഇങ്ങനെ സ്റ്റാർ ആയിട്ട് നിൽക്കുന്ന കുറെ പേരുണ്ട്, സ്ലോമോ ചെയ്ത് റീച്ച് ആവുന്നവരുണ്ട്, ഭയങ്കര ഭംഗിയിൽ നിന്ന് വീഡിയോ. അപ്പൊ ഇതിലേക്ക് നമ്മളൊരാൾ അങ്ങോട്ട് കയറി ചെന്നിട്ടുണ്ട്, ഒന്നും നടക്കാൻ പോകുന്നില്ല. നമ്മൾ ആരും അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളത് മെയിൻ കാര്യമാണ്. അപ്പൊ പിന്നെ എന്തിനാ വെറുതെ കഷ്ടപ്പെടുന്നത്? കഷ്ടപ്പെട്ടിട്ട് പോയിട്ട് അവിടെ പോയിട്ട് ഇങ്ങനെ ചിരിച്ചിട്ട് ഒന്നും നേടാനില്ല. അപ്പൊ എന്താ വികൃതമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തിട്ട് ക്ലിക്ക് ആവിച്ച് ആ ഭാഗ്യം കൊണ്ട് അതിൽ കുറച്ച് എഫക്ട്സ് ഒക്കെ ഉണ്ട്. ഈ വീർക്കുന്ന ആൾക്കാർ കമന്റ്സിൽ വന്ന് പറയുന്നുണ്ട്, ആ എഫക്ട്സ് എങ്ങാനും ഇൻസ്റ്റാഗ്രാം എടുത്തു കളഞ്ഞാൽ നീ എന്തോ ചെയ്യുന്നു, അതിന്റെ വേറെ എണ്ണം എടുക്കും, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെ ചെയ്തു, അതുകൊണ്ട് തന്നെ ഭാഗ്യത്തിന് അത് ക്ലിക്കായി, ആൾക്കാർക്ക് ഇഷ്ടമായി, ഷെയർ ചെയ്തു. ആൾക്കാർ അധികം ഷെയർ ചെയ്യുന്നത് എടാ നിന്റെ ചങ്കത അല്ലെ, നിന്റെ കാമുകിയടാ അങ്ങനെ പറഞ്ഞിട്ട് കളിയാക്കിക്കൊണ്ടുള്ളതല്ലേ, നീ അന്വേഷിച്ചിരുന്ന നിന്റെ അത് പെൺകുട്ടി ഇതേന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവരെ കളിയാക്കിക്കൊണ്ട് അവര് ഷെയർ ചെയ്യും. അങ്ങനെ പോയി കുറെ ആൾക്കാർ കണ്ട് ക്ലിക്കായി. ശരിക്കും ഇങ്ങനെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ വരുമ്പോ വിഷമം തോന്നാറുണ്ടോ? ഞാൻ ഒരു വീഡിയോ ചെയ്താൽ സത്യം പറഞ്ഞാല് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ട് വീഡിയോസ് മാത്രം ഇങ്ങനെ എടുത്തു നോക്കുള്ളൂ, കമന്റ് അധികം എടുത്തു നോക്കില്ല. ആദ്യത്തെ ഒരു 10-20 കമന്റ്സ് എടുത്തു നോക്കും, പിന്നെ അങ്ങനെ ക്ലിക്ക് ആവുന്ന വീഡിയോസിന് കുറെ കമന്റ്സ് തുര വരും. അപ്പൊ ഞാൻ അത് എടുത്തു നോക്കില്ല. പിന്നെ ഞാൻ ആലോചിക്കാം നാളെ ഇനി എന്താ ചെയ്യാ, അങ്ങനത്തെ നാളെ നമ്മളിപ്പോ ഇതിനേക്കാളും വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണം, അങ്ങനെ ഒരു മൈൻഡിൽ ഇങ്ങനെ നിൽക്കുക. അല്ലാതെ ചെയ്ത വീഡിയോനെ കുറിച്ചോ കമന്റ്സിനെ കുറിച്ചോ സങ്കടപ്പെട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇനി മുന്നോട്ട് എന്തോ ചെയ്യാൻ പറ്റും. ഞാൻ ആ സമയത്ത് അടുത്ത ചിക്കനോ മീനോ ബീഫോ തേങ്ങ മാങ്ങിയോ എന്തെങ്കിലും പറമ്പിൽ ഒന്നും ഇല്ലെങ്കിലും മണ്ണെങ്കിലും വായിത്തു ക്ലിക്ക് ആവട്ടെ എന്നുള്ള ഒരു മൈൻഡിൽ ഞാൻ നിൽക്കാറുണ്ട്. ഓക്കെ, അടുത്തൊരു വീഡിയോ കാണിക്കാമേ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വീഡിയോ ആണ്. അപ്പൂപ്പൻസ് ആയിരിക്കും. ഇതിൽ എഴുതിയേക്കുന്നത് റോഡിലൂടെ ഏതെങ്കിലും ഒരു പെണ്ണ് നിൽക്കുന്നത് കണ്ടാൽ ഡാഷിലെ അപ്പൂപ്പൻസ് ഉള്ളത്. ശരിക്കും ഇങ്ങനത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? റോഡിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിൽ തോണ്ടിയെടുത്ത വീഡിയോ. അതെ, തുറന്നെടുത്ത വീഡിയോസ് ആണ് ഇത്. എനിക്ക് പല പ്രാവശ്യം എല്ലാരും ഒന്നും ഞാൻ പറയുന്നില്ല കേട്ടോ, കുറെ പേര് ചിലപ്പോ ഈ കമന്റ്സിൽ തന്നെ കുറെ പേര് പറയുന്നുണ്ട്, അശ്യോ
സത്യമാണ് 100% സത്യം. എന്റെ നാട്ടിലുണ്ട് ഇങ്ങനെ കുറെ ഉണ്ടെങ്കിൽ. അങ്ങനെ കുറെ കമന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം തന്നെ നമുക്ക് അറിയാലോ പൊതുവെ കുറെ പേർക്ക് ഈ അനുഭവങ്ങൾ ഉള്ളവരാണ്. എനിക്കും അങ്ങനെ കുറെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഞാനുണ്ടല്ലോ എന്നെ ഇങ്ങനെ തുറച്ചു നോക്കുമ്പോൾ ഞാൻ ഇങ്ങനെ തുറച്ചു നോക്കും, എന്തിനങ്ങനെ നോക്കുന്നത്. അപ്പൊ പിന്നെ ഒരു അങ്ങനെ അങ്ങോട്ട് പോകുന്നവരുണ്ട്. പിന്നെ ചിലതൊന്നും ഞാൻ കണ്ടില്ല എന്നടിക്കും. പിന്നെ ഞാൻ വിചാരിക്കും ഇനി നോക്കുന്നത് വീഡിയോ അറിഞ്ഞിട്ട് നോക്കുന്നതാണോ, ഇപ്പൊ അങ്ങനെ ഡൗട്ടായിരിക്കും. ഞാൻ തന്നെ ആണോന്നുള്ള രീതിയിൽ നോക്കുന്നതാണോ, അങ്ങനെയാണോ എന്ന് നോക്കും. പിന്നെ ഇപ്പൊ ഞാൻ വണ്ടിമേൽ പോണോണ്ടെക്ക് കൂടുതലായിട്ട് ഈ നോട്ടം കിട്ടാറില്ല. നമ്മൾ നേരെ പോകുന്നു, സ്ഥലത്തെത്തുന്നു, എന്താണോ ഉദ്ദേശിക്കുന്നത് തിരിച്ചു വരുന്നു. ബസ്സിലൊക്കെ പോണവർക്കാണ് ഈ ബസ് സ്റ്റോപ്പുകളിലൊക്കെയാണ് കൂടുതൽ ഈ അനുഭവങ്ങൾ ആണല്ലേ. അടുത്തത് ഈ ഒരു വീഡിയോ. ഇത് നമ്മള് റിയാക്ട് ചെയ്ത് അത് മറ്റേ ആ ഒരു പയ്യന് ഇങ്ങനെയൊക്കെ നമ്മൾ, അതായത് ഇൻസ്റ്റാഗ്രാമിലുള്ള ആളുകൾ തന്നെ നമ്മൾ ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസും ട്രോൾ വീഡിയോസും ഒക്കെ ചെയ്യുമ്പോഴത്തേന് അവര് വന്നിങ്ങനെ പ്രതികരിക്കാറൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഈ വീഡിയോസിന് ആ പയ്യൻ വന്ന് പ്രതികരിച്ചിട്ടില്ല. ചില വീഡിയോസിന് വന്നിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ല രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്തേ നന്ദി എന്നുള്ള രീതിയിൽ കമന്റ്സ് ഒക്കെ ഇടുന്നവരുണ്ട്. അതൊക്കെ ഈ പയ്യനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷെ ഈ പയ്യൻ ഒരുപാട് ആൾക്കാർ മെൻഷൻ ചെയ്തിട്ടുണ്ട്, എടാ നിന്നെ ഊക്കുന്നടാന്ന് പറഞ്ഞു. പിന്നെ കുറെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നീയേ ഒരു ട്രോളിനും വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാളാ, പിന്നെ നീ എന്തിനാ അവനെ ട്രോളുന്നുള്ള രീതിയിൽ അങ്ങനെ ആൾക്കാർ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ ആ സമയത്ത് എന്താണോ ക്ലിക്ക് ആക്കാൻ പറ്റുന്നത്. ഇപ്പൊ ചില ട്രെൻഡിങ് വീഡിയോസ് ഒക്കെ പാട്ടുകളൊക്കെ ഇറങ്ങുമ്പോൾ ആ വീഡിയോ ചെയ്താൽ ക്ലിക്ക് ആവും, അങ്ങനെയുണ്ട്. അങ്ങനെ ഈ പയ്യൻ അപ്പം ക്ലിക്കായി നിൽക്കുന്ന ഒരു സമയമായപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു ഐഡിയ ആണിത്. അപ്പൊ ഞാനത് ചെയ്തു, ഭാഗ്യത്തിന് ക്ലിക്കായി. ഞാൻ ആലോചിച്ചറിയോ ഇതൊക്കെ കണ്ടപ്പോൾ ദൈവമേ ഇതൊക്കെ നല്ല സിസ്റ്റവും നല്ല കീബോർഡും മൗസും തേങ്ങയൊക്കെ ആണോന്നൊക്കെ. ഫോണൊക്കെ നല്ലതാ, നല്ല ഫോണാണ്, യൂസ് ചെയ്യാൻ പറ്റുന്ന ഫോണാണ്. പക്ഷെ അതിൽ വെള്ളം കയറി ഇപ്പൊ അടിച്ചുപോയി. പിന്നെ വീഡിയോ ചെയ്യാൻ വേണ്ടി അങ്ങനെ ചെയ്താ അത് നല്ലോണം യൂസ് ചെയ്യാൻ പറ്റുന്ന സ്ക്രീന് ചെറിയൊരു പൊട്ടലേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ വെള്ളം കയറി അത് അടിച്ചുപോയി. പിന്നെ ലാപ്ടോപ്പ് നന്നായിട്ട് വർക്ക് ചെയ്യായിരുന്നു, ചാർജർ ഇല്ലാന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതും പോയി. ഇപ്പൊ 2 പോയി. ഒറ്റ വീഡിയോക്ക് വേണ്ടി ഇങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്തല്ലേ. അതെ, അത് അങ്ങനെ പോയി. അങ്ങനെ പല ഇതും പറ്റിയിട്ടുണ്ട് എനിക്ക്, പല അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്, പല സാധനങ്ങളും നശിപ്പിച്ചിട്ടുണ്ട്, പാത്രങ്ങളൊക്കെ പൊട്ടിപ്പോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് വീഡിയോ. ആണോ? അങ്ങനെ പറ്റിയ ഏറ്റവും വലിയൊരു അബദ്ധം എന്താ? അങ്ങനെ ചെയ്ത വണ്ടി വീണിട്ടുണ്ട്. വണ്ടിമേൽ സ്റ്റൈലാക്കി ഒരു വീഡിയോ ചെയ്തിട്ട് കയ്യിൽ നിന്ന് ഒതുങ്ങാതെ പോയിട്ട് നിലത്ത് വീണിട്ട് കാലൊക്കെ മുറിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു വീഡിയോയ്ക്ക് വേണ്ടി. പിന്നെ മരത്തിന്റെ മുകളിൽ താഴോട്ട് ചാടുന്ന ഒരു വീഡിയോ ചെയ്തിട്ട് കാല് പൊട്ടി മുറിഞ്ഞിട്ട് 2-3 ദിവസം. പിന്നെ സാഡായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തു, ഇങ്ങനെ കരഞ്ഞിട്ട് ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ അങ്ങനെ ഒരതിയിട്ട് എൻ്റെ കൈൻ്റെ ഇവിടെയൊക്കെ മുറിഞ്ഞിട്ട് 2-3 ദിവസം ഭയങ്കര വേദനയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി എനിക്ക് റിച്ച് പറയുമ്പോഴേ നമ്മൾ സാധാരണ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമോ ഇങ്ങനെ സാധാ പോകുന്നു. പക്ഷെ റിച്ച് പറയുമ്പോഴേ എനിക്ക് എന്താ പെട്ടെന്ന് ഓർമ്മ പറയും സുരാജേട്ടൻ ഡയലോഗില്ലേ, ബൈ എനിക്കൊന്നുമില്ല ഞാൻ പോണു ഓക്കെ ബൈ. പിന്നെ ഇത്രയും ഞാൻ ചെയ്തുള്ളൂ, അതിനാണ് പേരിങ്ങനെ തെറി പറയുന്നത്. അതെ, അങ്ങനെ ദൈവമേ എന്തൊക്കെ കേട്ടാ പറ്റും. അടുത്തൊരു വീഡിയോ, അടുത്തത് മാസ്റ്റർ പീസ് ആയിട്ടാണ്. പാട്ട് ഗാനം ആലപിക്കാണ്, സപ്പോർട്ട് ചെയ്യണം. യു പാടരുത്. നാഗചേച്ചി ഇല്ലേ, നാഗചേച്ചി പാട്ട് പാടുന്ന പോലെ ഉണ്ട്. അതെ, ഞാൻ ആ പാട്ട് ആൾക്കാർ പറയട്ടെ ദയവ് ചെയ്ത് പാടരുത്. അയ്യോ അങ്ങനെ വിട്ടാൻ പറ്റത്തില്ലല്ലോ. എനിക്ക് റിച്ചുന്റെ പാട്ട് കേട്ടേ പറ്റും. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി, നമ്മുടെ ഈ ലോകത്തുള്ള എല്ലാ ഡോഗ്സിനും വേണ്ടി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും. അതെ, ഡോഗ്സ്. എന്റെ പാട്ട് ആസ്വദിക്കുന്നവരായിട്ട് ആകെ 4 പേരുള്ളൂ, എന്റെ നായ്ക്കുട്ടികൾ. അവരിത് ആസ്വദിച്ച് ഇനി ആസ്വദിക്കുന്നതാണോ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറയുന്നതാണ് അറിയില്ല. അത് അങ്ങനല്ല, കുറച്ചേരം ഇവിടെ മിണ്ടാതിരിക്കുമല്ലോ. ആ പാട്ട് ഏത് പാട്ടാ പാടണ്ടേ? ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. പറഞ്ഞോളൂ, ഏത് പാട്ട് പാടിയാലും ഞാൻ പാടാം. ഇഷ്ടമുള്ള നല്ല രീതിയിലാണ് പാടുന്നത്. എന്നാ ഇഷ്ടമുള്ള പാടിക്കും. ഊവണ്ടവാ വേറെ കാണിക്കും. അത് ലിറിക്സ് വെച്ചങ്ങോട്ട് പാടിക്കും. പാടുന്നത് അല്ല, ഇഷ്ടമുള്ള പാട്ട് പാടിക്കും. കള്ള കള്ള കൊച്ചു കള്ള നിന്നെ കാണാൻ എന്തൊരു സ്റ്റൈലാണ്, സ്റ്റൈലൻ ചെക്കനെ കണ്ടപ്പോ തൊട്ട് ഉള്ളിന്റെ ഉള്ളിലുള്ള ലവാണ്. ഓക്കെ, ഇങ്ങനെ ആർക്കെങ്കിലും പാടി കൊടുത്തിട്ടുണ്ടോ?
അതെന്താ? മക്കൾക്ക് പാടി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ 4 മക്കൾക്കല്ലേ? അവർക്ക് വേണ്ടിയിട്ട് ഞാൻ പല പല പാട്ടുകൾ പാടാറുണ്ട്. ആ പാട്ടൊക്കെ കേട്ട് ആസ്വദിച്ച് അവർ ഉറങ്ങാറുണ്ട്. ഉറങ്ങുന്നതാണോ ഈ ബോധം കെടുന്നതാണോ അറിയില്ല, പാട്ട് ആസ്വദിക്കാറുണ്ട്. വീഡിയോസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇതേ മോഡൽ പാട്ട് പാടുമ്പോ ആരും പാടരുതെന്നാ പറയാറ്. പക്ഷെ അവർക്ക് സംസാരിക്കാൻ കഴിവില്ലാത്തോണ്ട് അവർ പറയാറില്ല. സ്ഥിരമായിട്ട് മക്കൾക്ക് പാടിക്കൊടുക്കുന്ന പാട്ട് ഏതാ? പിടയുന്നൊരെന്റെ ജീവനിൽ കിനാവു തന്ന പുഞ്ചിരി, കിനാവു തന്ന കൺമണി, നീയില്ല എങ്കിലെന്നിലെ പ്രകാശമില്ലിനി. ഓ അടിപൊളി അടിപൊളി. ആ പാട്ട് പാടുമ്പോ തന്നെ ഒരു ബോധം കയറും. ഇനി അടുത്ത പാട്ടിനുള്ള സ്റ്റേജിൽ കയറിയിട്ട് പശാണ ഷാജി അതേപോലെ ആ പാട്ടൊക്കെ പാടി കൊടുക്കും. ഓക്കെ. ഇങ്ങനെ ഈ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ ഈ പ്രപ്പോസൽ മെസ്സേജുകളൊക്കെ വരാറുണ്ടോ? പോടെ പോടെ ഇല്ല ഇല്ല, അങ്ങനൊന്നുമില്ല. എനിക്ക് എന്നോട് എല്ലാവർക്കും നല്ല സ്നേഹം മാത്രമേ പാട്ട്. അയ്യോ ഇല്ല, അങ്ങനൊന്നുമില്ല. എന്നെ എല്ലാവരും റിച്ചൂസ് എന്ന് പറയുമ്പോൾ ഒരു പിരി ലൂസുള്ള പച്ചർച്ചികൾ തിന്നുന്ന ഒരാളെന്നുള്ള ഒരു രീതിയിൽ എന്നോട് ഭയങ്കര സ്നേഹം. പിന്നെ ഇഷ്ടമില്ലാത്തവരുണ്ട്, അത് കമന്റിൽ മാത്രമേ എനിക്കത് ഫീൽ ആയിട്ടുള്ളൂ. കമന്റ്സിലല്ലാതെ നോർമൽ മെസ്സേജിലോ അല്ലെങ്കിൽ വന്നിട്ട് അങ്ങനെ ഇങ്ങനെ ഒന്നും ആരും ഇതുവരെ പറഞ്ഞിട്ടില്ല. കള്ളം പറയേണ്ട ആവശ്യമില്ലല്ലോ. കമന്റ്സിൽ നന്നായിട്ട് വന്നിട്ടുണ്ട്, അറിഞ്ചം പൊറഞ്ചം തെറി പറയുന്നുണ്ട്. പക്ഷെ പേഴ്സണലായിട്ട് ആരും ഇതുവരെ അപ്പൊ നേരിട്ടും ആരും അന്ന് ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടില്ല? റിച്ചുവിന് ആരോട് ഇഷ്ടം തോന്നിയിട്ടില്ല? ഒന്ന് പോടോ, ഇല്ലാത്ത ഓരോ കാര്യങ്ങൾ പറയല്ലേ. ചോദിക്കരുത്. സങ്കടം വരുന്നില്ല, നാളെ വരുന്നില്ല. വേറെ ചോദ്യം കണ്ണുനൊക്കെ തുടച്ചിട്ട് എനിക്ക് സങ്കടം വരുന്നില്ല. ശരി, അപ്പൊ റിച്ചുവിന് അടുത്ത ടാസ്ക്. അപ്പൊ റിച്ചുവിന്റെ കുറച്ച് വീഡിയോസ് ഞാൻ സെലക്ട് ചെയ്ത് തരാം. അതിന്റെ കമന്റ്സിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ് ആരാണ് ഇട്ടതെന്ന് വെച്ചാ നോക്കിയിട്ട് ഇഷ്ടമുള്ള കമന്റ് കൂടെ പറയണം. ഒന്നാമത്തെ വീഡിയോ ഈ അപ്പൂപ്പന്റെ ഈ വീഡിയോ ആണേ. അത് നോക്കിയിട്ട് അതിനകത്ത് ഏറ്റവും ഇഷ്ടമുള്ള കമന്റ്. ഈ ഇഷ്ടമുള്ള കമന്റ്സില് ഞാൻ ഈ പൊട്ടും മൂക്കുത്തിയൊക്കെ തൊട്ടിട്ടാണ് അധികവും ഞാൻ ഈ വീഡിയോ. അപ്പോൾ ആൾക്കാർ പറയും ഇത്രയും ട്രെൻഡിങ് ആയിട്ടുള്ള അപ്പൂപ്പന്മാരൊക്കെ ഉണ്ടോ മൂക്കുത്തിയും പൊട്ടൊക്കെ തൊട്ടിട്ടുള്ളത്. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം അത് നമ്മൾ ഊരി വെക്കാതെ ആ വീഡിയോസിൽ ചെയ്യാം. അപ്പോൾ ഇവരതൊക്കെ അപ്പൊ ക്യാച്ച് ചെയ്യുന്നുണ്ട്, മൂക്കുത്തി ഇട്ട്. അപ്പൊ അപ്പൂപ്പൻ വരെ ട്രെൻഡിങ് ആണ് എന്നുള്ള മൈൻഡിൽ അങ്ങനെയുള്ള കമന്റ്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, പൊട്ട് തൊട്ടിട്ടുള്ള അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനത്തെ കമന്റ് ഇഷ്ടമാണല്ലേ? ഓക്കെ. അടുത്തത് ഇതില്ലേ, ആ വീഡിയോയുടെ താഴെയുള്ള ഇഷ്ടമുള്ള കമന്റ്. ഇതിലധികം കമന്റ്സില് എടാ നിന്റെ പെണ്ണടാ ഇവിടെ, അതിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട കമന്റ് അങ്ങനെ പറയും. പിന്നെ ഇതിലെ കമന്റ്സ് അധികം ആൾക്കാരും സ്മൈലും അതേ മോഡലിലുള്ള ഒക്കെ ആയിട്ടത്. ഇത് ഏത് ജീവി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമന്റ്സ് ഇടാറുണ്ട്, അത് ഇട്ടിട്ടുണ്ട്. ഏറ്റവും ഇഷ്ടപ്പെട്ട ഒറ്റ കമന്റ് വായിച്ചാൽ. അപ്പൊ ഞാൻ ഇതിൽ പറഞ്ഞത് എന്റെ മുത്തിനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യണേന്നാ. അപ്പൊ ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുണ്ട് മുത്ത് നാട് വിട്ടെന്നാണ് കേട്ടത് എന്നൊക്കെ. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോ നല്ല രസം തോന്നും. കാരണം അവര് നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെയുള്ള ഒരു ഇതാണ് ഇട്ടിരിക്കുന്നത്, കമന്റ് ആയിട്ടിരിക്കുന്നത്. അതൊക്കെ ഇഷ്ടം. പിന്നെ കൊതിപ്പിക്കുന്ന സൗന്ദര്യം എന്നൊക്കെ, ഇത്രയും വൃത്തികെട്ട രൂപത്തില കൊതിപ്പിക്കുന്ന സൗന്ദര്യം. അപ്പൊ അത് നമ്മളെ ഇഷ്ടമുള്ളവരാണല്ലോ അപ്പൊ അങ്ങനെ പറയുന്നത്. അത് എൻജോയ് ചെയ്യുന്നുണ്ട് ആ വീഡിയോ. അപ്പൊ അങ്ങനത്തെ രീതിയിലുള്ള കമന്റ്സ് ആണത്. അങ്ങനെ എനിക്ക് ഒരു കമന്റ് വായിച്ചാൽ മതിയായിരിക്കും. കൊതിപ്പിക്കുന്ന സൗന്ദര്യം എന്ന് പറയുന്ന ഒരു വീഡിയോ കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ചേട്ടൻ പൊതുവെ എന്റെ എല്ലാ വീഡിയോസിനും കമന്റ് നല്ല. എന്താ ചേട്ടന്റെ പേര്? ഗുരുജി എന്നിട്ടാണ്. അടുത്ത ഇതാണ്, കഥക് തുറക്കണ്ട പിന്നെ പിന്നാമ്പുറം വഴി ഓടിക്കോന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി ഇട്ടിട്ടുണ്ട്. ലച്ചു എന്ന് പറയുന്ന ഇട്ടിട്ടുണ്ട്. അതെ. അടുത്തത് നമ്മുടെ മുമ്പിലത്തെ ഈ പാട്ടിന്റെ അതിന്റെ ഒരു കമന്റ്. ഞാൻ കരുതി കുഞ്ഞിനെ കഴിക്കാൻ പോവാണ് ഒപ്പച്ചെന്ന് പറയുന്നത്. കാരണം ഞാൻ ഏത് വീഡിയോ ചെയ്യുവാണേലും ഇപ്പൊ നോർമൽ വീഡിയോ ഇട്ടാലും ആൾക്കാരെന്താ പറയാ അതെടുത്ത് കഴിച്ചാണ് ഇത്, അങ്ങനത്തെ ഒരു ഇതാണ്. അത് ഇതിൽ പറയുന്നുണ്ട്. ഞാൻ വിചാരിച്ചു കുഞ്ഞിനെ കഴിക്കാൻ പോവാണ്. അപ്പൊ അവരാരും മൈൻഡിൽ അപ്പൊ എല്ലാ വീഡിയോ എടുക്കുന്നത്. ഒരു സെഗ്മെന്റും കൂടെ ഉണ്ട് നമുക്ക്. ആ സെഗ്മെന്റിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഒരു കാണിച്ചൊക്കെ. ഇപ്പൊ ഈ നമ്മള് ഫിൽട്ടർ ഒക്കെ ഉണ്ട്, ശരിയാണ്. എന്നാൽ ഈ എക്സ്പ്രഷൻസ് ഒക്കെ ഇടണ്ടേ?
കുറെ സാധനങ്ങളൊക്കെ, ഇതൊക്കെ എവിടെ നിന്ന് വരുന്ന എക്സ്പ്രഷൻ? ഞാൻ ഈ സാധനങ്ങളൊക്കെ വാരി തേച്ച് ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാണ്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്തായിരിക്കും മറ്റേ കൊറിയർകാരൊക്കെ വന്നിട്ട് ഇവിടുന്ന് ബെല്ലടിക്കുക. ദൈവമേ പെട്ട് പുറത്തിറങ്ങട്ടെ, OTP കൊടുക്കണ്ടേ. ഇത് ഞാനാണ് വിളിച്ചാൽ ഞാൻ ഇവിടെ ഇല്ല, ഇതിന്റെ ഉള്ളിൽ കയറി പറയാ, ബാത്റൂമിൽ കയറി ഇവിടെ ഇല്ല, നിങ്ങൾ അവിടെ വെച്ചോളൂ പറയും. അപ്പൊ അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല, OTP ഒക്കെ വേണമെന്ന് പറയും. അവസാനം എങ്ങനെയൊക്കെ OTP ഒക്കെ കൊടുത്ത് പറഞ്ഞയക്കും. ഈ സാധനമൊക്കെ ഇട്ട് പുറത്തേക്ക് വന്നിട്ട് ഓടൂലല്ല. അങ്ങനെ കുറെ അബദ്ധങ്ങളൊക്കെ എനിക്ക് പറ്റിയിട്ടുണ്ട് ഈ സാധനമൊക്കെ ഇട്ട് നിൽക്കുന്ന സമയത്ത്. അല്ലെങ്കിൽ ഇത് ചെയ്യാന് ടൈം വേണമല്ലോ ഈ സാധനങ്ങളൊക്കെ ഇട്ട് നിൽക്കുന്നത്. ആ എല്ലാം ഇട്ട് ഇങ്ങനെ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഓൺ ആക്കുമ്പോഴും കറണ്ട് പോവുക. പിന്നെ കറണ്ട് വരുവോളം ഇതിങ്ങനെ കാത്തിക്കണം. ഞാൻ ദൈവമേ ഇനി എപ്പോഴാ കറണ്ട് വരാം. ഇവിടെ ആണെങ്കിൽ കറണ്ട് പോയാൽ വരാൻ കുറേ സമയം പിടിക്കും. അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീഡിയോയില് കുറെ അബദ്ധങ്ങളും പറ്റിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള പറഞ്ഞ രസകരമായിട്ടുള്ള കുറെ കാര്യങ്ങൾ വന്നു. ശരി ശരി, ഓക്കെ. അപ്പൊ എന്റെ അടുത്തൊരു സെഗ്മെന്റ് ആണ്, കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതിന്റെ ആൻസർ പറയണേ. ഫണ്ണി ക്വസ്റ്റ്യൻസ് ആണ്. റിച്ചു ഇങ്ങനെ കുറെ കോമ്പോസ് ഇങ്ങനെ ട്രൈ ചെയ്യുന്ന ആളല്ലേ. ഇങ്ങനെ ഉണ്ടാക്കിയ കോമ്പോസ് വിയേർഡായിട്ട് ഉണ്ടാക്കിയതാണ്, പക്ഷെ ഉണ്ടാക്കി വന്നപ്പോഴത്തേന് അടിപൊളി എന്ന് തോന്നിയൊരു കോമ്പോ? മുട്ടയും മൈസൂർ പാക്കും. അടിപൊളിയായിരുന്നു. വയറിളക്കം ആയിട്ടുണ്ടെങ്കിലും നല്ല രസമുണ്ടായിരുന്നു കഴിക്കാൻ. അതുകൊണ്ടാണ് ഞാൻ കഴിച്ച് കുറച്ച് കൂടുതൽ, അതുകൊണ്ട് തന്നെ വയറിളകുകയും ചെയ്തു. ഓക്കെ, അടിപൊളി. അപ്പം ഒരു ഡിഷ് ഉണ്ടാക്കുവാണെങ്കിൽ അതിൽ ഡെസേർട്ടും അതേപോലെ ഒരു റോ മീറ്റും വേണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു 3 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുവാണെങ്കിൽ എന്തൊക്കെ ഉപയോഗിക്കും? ബട്ടർ എടുക്കും, ഐസ്ക്രീം എടുക്കും, പിന്നെ ബീഫ്, പച്ച ബീഫും ബട്ടറും ഐസ്ക്രീമും. 3 ടേസ്റ്റും ആണ് അല്ലേ. ഒരു പേടി ഇല്ലാതെ എപ്പ വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കോംബോ. ചിക്കനും അതേപോലെ ഐസ്ക്രീമും, അല്ലെങ്കിൽ ചിക്കനും തൈര്, അങ്ങനെ എന്തെങ്കിലും. പിന്നെ വീട്ടിൽ എന്താണോ ഉള്ളത്, ഇപ്പൊ ഐസ്ക്രീം പായസം ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ പച്ച ചിക്കൻ എടുക്കുന്നു, കഴുകുന്നു, ഐസ്ക്രീം എടുക്കുന്നു, കുത്തുന്നു, തിന്നുന്നു, വീഡിയോ എടുക്കുന്നു, കഴിഞ്ഞ്. അത്ര തന്നെ. ഓക്കെ ഓക്കെ, അടുത്തൊരു ഫണ്ണി ക്വസ്റ്റ്യൻ ആണേ. ഇപ്പൊ നമ്മൾ സ്പേസിൽ നിന്ന് ഒരു ഏലിയൻ വരുന്നു എന്ന് വിചാരിക്കാം. അപ്പൊ ഏലിയന് വേണ്ടി റിച്ച് ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ തീരുമാനിക്കുന്നു. എന്തായിരിക്കും ആ ഫുഡ്? ഞാൻ വീഡിയോ പരമായിട്ട് എല്ലാ ഫണ്ണി ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ വീഡിയോ പരമായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ താല്പര്യമുള്ളത് ഇതേ മോഡൽ തന്നെ. വല്ല ഐസ്ക്രീമും ചിക്കനോ മീനോ മത്തി എന്തായാലും കൊടുക്കും. കാരണം അതിന്റെ ചവർപ്പ് അവരൊന്നും അറിയട്ടെ, കഴിക്കട്ടെ. അതിന്റെ ചവർപ്പ് അവരോടും അറിയട്ടെ ആയിരിക്കും. ഞാൻ കഴിച്ചാൽ ഏറ്റവും വൃത്തികേടല്ല, എനിക്ക് കഴിക്കാൻ ബുദ്ധിമുട്ടായി തോന്നിയത് പച്ചമത്തിയാണ്. അപ്പൊ നാളെ ഒരിക്കൽ ഒരു ഫുഡ് ട്രക്ക് ഉണ്ടാക്കുവാണെന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ ഒരു റെസ്റ്റോറന്റ് ഇടുവാണെങ്കിൽ ആ റെസ്റ്റോറന്റ് എന്ത് പേര് കൊടുക്കും? അതേപോലെ അവിടെ ഉള്ളൊരു കോംബോ എന്ന് പറയുമ്പോൾ വേവിക്കാത്തതായിരിക്കും ഉദ്ദേശിച്ചതിലെ. വേവിക്കാത്തതാണെങ്കിൽ ബീഫോ ചിക്കനോ, അതിൻ്റെ കൂടെ നല്ല ഈ പറഞ്ഞ പോലെ നെയ്യൊക്കെ ഒഴിച്ചിട്ട് നല്ല ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് ഇപ്പൊ കുറെ വെറൈറ്റി ഐറ്റംസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും. പേരെന്തിടും കടക്ക്? പേര് ആലോചിച്ച് പറഞ്ഞത്. എന്റെ കുഞ്ഞുങ്ങളെ പേര് ടോറാന്ന് കൊടുക്കും അല്ലേ? ഡോറ. എനിക്ക് ഡോറ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടമാണ്. എന്റെ പെറ്റ്സിലെ ഫസ്റ്റ് ഉണ്ടായ കുഞ്ഞ്. ഓക്കെ, ഒരു ഇങ്ങനത്തെ കോംബോ, ഇങ്ങനെ നമ്മൾ കോമ്പിനേഷൻ വീഡിയോസ് ഒക്കെ നമ്മൾ കൊടുക്കുമല്ലോ ഫുഡിൻ്റെത്. അപ്പൊ അങ്ങനെ വീഡിയോ കണ്ടിട്ട് ഒരു ഫോളോവറിൽ നിന്ന് ഭയങ്കര ഒരു മറക്കാൻ പറ്റാത്ത ഒരു മെസ്സേജോ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായില്ല. പൊതുവെ എല്ലാരും ഒരേപോലെയുള്ള മൈൻഡുള്ള ആൾക്കാരാണ് ബാഡ് കമന്റ്സിൽ ഇടുന്നത്. പിന്നെ അങ്ങനെ ഇടുന്ന ആരെയും ഞാൻ നേരിട്ട് കണ്ടിട്ടും ഇല്ല. പിന്നെ ഏതെങ്കിലും ഫോളോവേഴ്സ് പറഞ്ഞു തന്നിട്ടുള്ള കോംബോ പരീക്ഷിച്ചിട്ടുണ്ടോ? കൊറേ. ഏതൊക്കെ? ചിലതൊന്നും വൃത്തികെട്ടതൊക്കെ, അതൊന്നും പരീക്ഷിക്കാൻ പറ്റത്തില്ല. പക്ഷേ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഉണക്കമീനും ഐസ്ക്രീമും കഴിക്കൂ പറഞ്ഞിട്ടുണ്ട്, ഞാനത് കഴിച്ചിട്ടുണ്ട്. അതേ മോഡലില് പച്ചമത്തി പറഞ്ഞിട്ടുണ്ട് ആൾക്കാർ കഴിക്കുമെന്ന്, ഞാൻ കഴിച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഏതൊക്കെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊന്നും കഴിക്കാനുള്ള ഒരു ഇപ്പം ഇങ്ങോട്ട് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഈ കലാപരിപാടി. സമയമുണ്ടല്ലോ, ഒരുപാട് വന്നിട്ടുണ്ട്. കഴിക്കാൻ പറ്റാത്ത മണ്ണ് വാരി തിന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞാൻ ചില വീഡിയോയിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് കുറെയൊക്കെ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ 365 ദിവസവും ഒരു കോംബോ മാത്രം കഴിക്കാൻ പറഞ്ഞാൽ ഏത് തെരഞ്ഞെടുക്കും? അത് ഈ പച്ച കാര്യം തന്നെ ചെയ്യണം അല്ലേ? വേണം. അങ്ങനെയാണെങ്കിൽ റിച്ചുവിന് ഓരോ ഓപ്ഷൻ മാത്രം കിട്ടുവാണെങ്കിൽ എന്ത് തെരഞ്ഞെടുക്കും 320 ദിവസം കഴിക്കാനുള്ളത്? ഐസ്ക്രീമും ചിക്കനും തെരഞ്ഞെടുക്കും അല്ലേ? ഐസ്ക്രീമും ചിക്കനും 365 ദിവസം ഞാൻ കഴിക്കണോ എന്ന് പറഞ്ഞാൽ കഴിക്കും. അല്ലാതെ എനിക്ക് ഇഷ്ടമുണ്ടായിട്ടല്ല. അത് ഐസ്ക്രീം പൊതുവെ ഇഷ്ടമാണ്. അല്ലെ പായസവും ചിക്കനും അങ്ങനെ കഴിക്കണം എന്ന് പറഞ്ഞ് തരുന്ന ഫുഡിൽ അതാണെങ്കിൽ ഞാൻ
ഓക്കെ സെറ്റ്. ഓക്കെ, അപ്പൊ എന്താണ് ഇനി കുറച്ച് ഫ്യൂച്ചർ പ്ലാൻസ് എന്തൊക്കെയാണ്? ഇങ്ങനെ കുറച്ച് വീഡിയോസ് ഒക്കെ ചെയ്യണം, കുറച്ചുകൂടി ആൾക്കാർ അറിയട്ടെ, ഫേമസ് ആവട്ടെ. അതെ ഫേമസ് ആവട്ടെ, എല്ലാരും അറിയട്ടെ. അതേ മോഡല് ഇതേ മോഡൽ തന്നെ എല്ലാരും സപ്പോർട്ട് ചെയ്യാ. അതിപ്പോ അവരിഷ്ടം പോലെ ബാഡ് കമന്റ്സ് ഇട്ടാണെങ്കിലും അല്ലെങ്കിലും എങ്ങനെയാണെങ്കിലും നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അവരെങ്ങനെ നമ്മളെ സപ്പോർട്ട് ചെയ്യുവാണെങ്കിലും ബാഡ് കമന്റ്സ് സപ്പോർട്ടായിട്ടാണ് ഞാനും കരുതുന്നത്. ആൾക്കാരിലേക്ക് എത്തട്ടെ, കൂടുതൽ കൂടുതൽ വീഡിയോ ചെയ്യാൻ പറ്റട്ടെ, കൂടുതൽ ഫുഡ് കഴിക്കാൻ പറ്റട്ടെ, വെറൈറ്റി ഫുഡുകളൊക്കെ കൊണ്ടുവരാൻ പറ്റട്ടെ. അതൊക്കെയാണ് സന്തോഷമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പൊ എന്തായാലും അങ്ങനെ തന്നെ ഉണ്ടാവട്ടെ, ഒരുപാട് വെറൈറ്റി ഫുഡ്സ് നമുക്ക് ഇനിയും കാണാൻ സാധിക്കട്ടെ. അതെ, അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു.